எட தம்பி, நான் உன்னுடைய எத்தனை வாட்டி சொல்லணும், நான் உன்னோட உலக நாயகன் அல்ல, நான் உன்னுடைய കമലഹാസൻ. കമലഹാസൻ மட்டும்தான். നിങ്ങൾ ഓർക്കും ഇതെന്താ സംഭവം അല്ലേ? സംഭവം ഇന്ന് ഇന്ത്യൻ സിനിമാ ലോകത്ത് ഞെട്ടിച്ചൊരു വാർത്ത പുറത്തു വന്നു. അത് നമ്മുടെ കമലഹാസൻ, ഇന്ത്യൻ സിനിമാ ലോകത്തിൽ തന്നെ പ്രമുഖ നടന്മാരിൽ ഒരാളായ കമലഹാസൻ പുതിയൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്. ഞാൻ ഇനി മുതൽ ഉലക നായകൻ ആണ്ടവർ അല്ല, ഇനി വെറും കമൽഹാസൻ മാത്രം, എന്നെ ഇനി അങ്ങനെ വിളിച്ചാൽ മതി. അങ്ങനെയാണ് അദ്ദേഹം ഇപ്പം പറഞ്ഞൊരു പ്രൊക്ലമേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷൻ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത്. കലയോടുള്ള ബഹുമാനാർത്ഥമാണ് അദ്ദേഹം ഉലക നായകൻ അല്ലെങ്കിൽ ആണ്ടവർ എന്നുള്ള ഈ പേരുകൾ ഇനി തന്നെ വിളിക്കേണ്ട എന്ന് പറഞ്ഞത്. ആരോടാണ് പറഞ്ഞത്? ജനങ്ങളോട്, തന്നെ ആരാധിക്കുന്ന ആരാധകരോടാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ആരാധകർ അദ്ദേഹത്തെ ഇങ്ങനെ ഒരു പേര് വിളിക്കണമെങ്കിൽ അദ്ദേഹം ഒരു അല്ലെങ്കിൽ അദ്ദേഹം അത്തരം ഒരു വലിയൊരു വ്യക്തി ആയതുകൊണ്ടാണല്ലോ, അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനം കൊണ്ടായിരിക്കും ഈ ഉലക നായകനും ആണ്ടവെന്ന് വിളിക്കുന്നത്. നമുക്കറിയാം കമലഹാസൻ ഇന്ത്യൻ സിനിമാ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ നടൻ മാത്രമല്ല, ഒരു റൈറ്ററാണ്, ലിറിസിസ്റ്റാണ്, സിംഗറാണ്, മോറോവർ ഡാൻസറാണ്. അങ്ങനെ എല്ലാം കൂടെ ചേർന്നൊരു സകല കലാവല്ലഭനാണ്. അപ്പം ഈ ഒരു സകല കലാവല്ലഭനിൽ നിന്ന് ഉലക നായകനിലേക്ക് എത്തുന്നത് ദശാവതാരം എന്ന സിനിമയിലെ ഒരു ഉലക നായകനെ എന്നുള്ളൊരു ഗാനമുണ്ട്. ആ ഒരു ഗാനത്തിലൂടെയാണ് അദ്ദേഹത്തെ ഉലക നായകൻ എന്ന ആൾക്കാർ അങ്ങ് മുദ്ര കുത്തുന്നത്. ഓൾറെഡി ഉലക നായകനാണ്, എന്നാലും ആ ഒരു പാട്ടിലൂടെ അദ്ദേഹത്തിന് ഒരു ഫുൾ വിസിബിലിറ്റി കൊടുക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ആ ഉലക നായകൻ ഇപ്പോൾ പറയുവാണ് തന്നെ ഉലക നായകൻ എന്ന് വിളിക്കണം. തന്നെ ഇനി ഉലക നായകൻ എന്ന് വിളിക്കരുതെന്നാണ് കമലഹാസന്റെ അഭ്യർത്ഥന. ആ അഭ്യർത്ഥന നിങ്ങൾ കേൾക്കണം കേട്ടോ. എന്തായാലും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടിച്ച ആ ഒരു കുറിപ്പ് ഇങ്ങനെയാണ്. അങ്ങനെ തന്നെ ഇനി ഉലക നായകൻ എന്ന് വിളിക്കരുതെന്ന അഭ്യർത്ഥനയുമായിട്ടാണ് കമലഹാസൻ എത്തിയിരിക്കുന്നത്. കമലഹാസൻ പറയുന്നത് വ്യക്തിയേക്കാൾ വലുതാണ് കലയെന്നും ഇനി മുതൽ അത്തരം വിശേഷണങ്ങൾ ഒഴിവാക്കി തന്റെ പേര് മാത്രം വിളിക്കാവുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കമൽഹാസൻ എന്ന് വിളിക്കാം, അതല്ലെങ്കിൽ കമൽ, അതുമല്ലെങ്കിൽ KH എന്ന് വിളിക്കാമെന്നാണ് പറയുന്നത്. ഉലക നായകൻ എന്ന് വിശേഷിപ്പിക്കുകയേ ചെയ്യല്. കേട്ടല്ലോ, ഇനി അദ്ദേഹത്തെ ഉലക നായകൻ എന്ന് വിളിക്കരുത് നിങ്ങൾ. സിനിമ എന്ന കലയേക്കാൾ വലുതല്ല കലാകാരൻ എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നതെന്നും സിനിമയെക്കുറിച്ച് പഠിക്കാനും അറിയാനും വളരാനും ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി മാത്രമാണ് താനെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് സിനിമയിലുള്ള അദ്ദേഹത്തിന്റെ എളിമ അദ്ദേഹം പുറത്ത് കാണിച്ചിരിക്കുകയാണ്. തന്നെ അത്ര ഉലക നായകൻ എന്ന് വിളിച്ച് വിശേഷിപ്പിക്കേണ്ട, അത്ര വലിയ ആളൊന്നുമല്ല, താൻ വെറും ഒരു വിദ്യാർത്ഥിയാണ്, സിനിമയെ പറ്റി പഠിക്കുക അറിയുന്ന ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ആ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ കമൽഹാസൻ തന്നെ ഉലക നായകൻ എന്നും ആണ്ടവർ എന്നും വിളിക്കരുതെന്ന് അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പം ഈ ഒരു അഭ്യർത്ഥന അദ്ദേഹം നടത്തുന്നതിന് മുന്നേ മറ്റൊരു നടൻ, ഒരു തമിഴ് നടൻ ഇതേപോലെ ഒരു അഭ്യർത്ഥന നടത്തി മുന്നോട്ട് വന്നിരുന്നു. തന്നെ തല എന്ന് വിളിക്കരുത്. വേറെ ആരുമല്ല, നമ്മുടെ അജിത്ത്. നമ്മുടെ അജിത്തിനെ തല എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് അല്ലേ, തമിഴ് സിനിമയിലെ തല. അങ്ങനെ ഒരു ഒരു ടൈറ്റിലാണ് നമ്മൾ അജിത്തിന്റെ അഭിനയത്തിനും അല്ലെങ്കിൽ അജിത്തിന്റെ ആ ഒരു സിനിമാ ജീവിതത്തിൽ നമ്മൾ അദ്ദേഹത്തിന് നൽകിയൊരു അംഗീകാരം. പക്ഷെ അജിത്തിന് തല എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഭയങ്കര ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭയങ്കര ഓക്വേർഡ് ഫീൽ വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്നെ ഇനി തല എന്ന് വിളിക്കേണ്ട എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. അതേ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടതിന് ശേഷം ഇപ്പോൾ ഇതാ കമൽഹാസനും വന്നിരിക്കുന്നത് തന്നെ ആണ്ടവെന്നും അല്ലെങ്കിൽ സകലകലാവല്ലഭൻ അല്ലെങ്കിൽ ഉലക നായകൻ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. എന്നാലും ഇതൊരു ട്രെൻഡ് സെറ്റർ പോലെയാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് അല്ലെ. ഇനിയിപ്പം നമ്മൾ വിജയനെ ഇളയ തളപതി എന്ന് വിളിക്കുന്നുണ്ട്, നമ്മുടെ രജനീകാന്തിനെ നമ്മൾ തലൈവർ എന്ന് വിളിക്കുന്നുണ്ട്, അതേപോലെ നമ്മൾ സൂര്യനെ നടിപ്പിൻ നായകൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഈ നായകന്മാരെല്ലാം സിനിമയോടുള്ള എളിമ കൊണ്ട് ഇനി തങ്ങളുടെ പേരുകളൊക്കെ പിൻവലിക്കുമോ, ഇതൊരു ട്രെൻഡ് സെറ്ററായി ഫോളോ ചെയ്യുമോ എന്നറിഞ്ഞില്ല. ഇനി തഗ് ലൈഫ് ആണ് കമലഹാസന്റെ വരാനിരിക്കുന്ന ചിത്രം. ആ ചിത്രം ഏറെ ആകാംക്ഷയോട് തന്നെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. എന്തായാലും അത് വിജയകരമായിട്ടെ എന്ന് ആശംസിക്കുകയാണ്.